നമസ്കാരം, മെട്രോ മാറ്റിനിലേക്ക് സ്വാഗതം. സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അറിയപ്പെടുന്നയാളാണ് രഞ്ജു രഞ്ജിമാർ. മേക്കപ്പ് ആർട്ടിസ്റ്റായി സിനിമാ ലോകത്തുണ്ട് രഞ്ജു രഞ്ജിമാർ. സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവച്ചെത്താറുണ്ട്. അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. മേക്കപ്പ് ലോകത്ത് ഇന്ന് പകരം വെക്കാനില്ലാത്ത സാന്നിധ്യമായി മാറിയ രഞ്ജു രഞ്ജിമാർ സിനിമാ ലോകത്ത് പ്രശസ്തയാണ്. മഞ്ജു വാര്യർ, പ്രിയാമണി, ഭാവന, മമത മോഹൻദാസ് തുടങ്ങിയ സെലിബ്രിറ്റികളുമായെല്ലാം അടുത്ത സൗഹൃദമാണ് രഞ്ജുവിനുള്ളത്. ഇവരോടൊപ്പമുള്ള സൗഹൃദത്തെക്കുറിച്ച് പലപ്പോഴും രഞ്ജു സംസാരിച്ചിട്ടുമുണ്ട്. സിനിമാ ലോകത്ത് നിന്ന് വലിയ പിന്തുണ രഞ്ജുവിന് ലഭിക്കാറുമുണ്ട്. ഇപ്പോഴത്തെ താൻ ഡ്രൈവിംഗ് പഠിച്ചതിനെ കുറിച്ച് സംസാരിക്കുകയാണ് രഞ്ജു രഞ്ജിമാർ. നിവൃത്തികേട് കൊണ്ട് ഡ്രൈവിംഗ് പഠിച്ചതാണ്. ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് ഇഷ്ടമില്ലാത്തതും വേണ്ടെന്ന് ഉറച്ചു തീരുമാനിച്ചതുമായിരുന്നു ഡ്രൈവിംഗ്. പേടിയില്ലായിരുന്നു. അവിചാരിതമായി ഞാനിത് പഠിച്ചു. ഇപ്പോൾ എന്നിൽ ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്ന നിമിഷം ഡ്രൈവിംഗ് ചെയ്യുന്നതാണ്. ഒരു ദിവസം രാത്രി എനിക്ക് വയറുവേദന വന്നു. ഒട്ടും പറ്റാത്ത സാഹചര്യമായിരുന്നു. വീട്ടിലാണെങ്കിൽ ആരുമില്ല. ഞാൻ കുറേ പേരെ വിളിച്ചു, ആരും വന്നില്ല. അവസാനം ഞാൻ തന്നെ ഓടിച്ച് ആശുപത്രിയിൽ പോയി. ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യമെന്ന് എനിക്ക് തോന്നി. അന്നു മുതൽ എൻ്റെ ഏറ്റവും വലിയ നേട്ടം ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ഇഷ്ടമുള്ളിടത്ത് പോകാൻ കഴിയുന്നു എന്നതാണ്. അതിൽ വളരെ സന്തോഷമുണ്ടെന്നും രഞ്ജു രഞ്ജിമാർ വ്യക്തമാക്കി. ഒരു മതത്തിൽ മാത്രമല്ല താൻ വിശ്വസിക്കുന്നതെന്നും രഞ്ജു പറയുന്നു. എൻ്റെ വിശ്വാസങ്ങൾ എൻ്റേതാണ്. എല്ലായിടത്തും എനിക്ക് വിശ്വാസങ്ങളുണ്ട്. വിശ്വസിക്കുന്ന കാര്യങ്ങളും അവിശ്വസിക്കുന്ന കാര്യങ്ങളുമുണ്ട്. വിശ്വാസങ്ങൾ മുറുകെ പിടിക്കും. കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചും കൃഷ്ണനോടും ദേവിയോടും പറഞ്ഞിട്ടേ പുറത്തേക്ക് പോകുകയെന്നും രഞ്ജു രഞ്ജിമാർ വ്യക്തമാക്കി. വീട്ടുജോലികളെല്ലാം താൻ ചെയ്യാറുണ്ടെന്നും രഞ്ജു പറയുന്നു. എനിക്കതൊക്കെ ഭയങ്കര താല്പര്യമുള്ള കാര്യങ്ങളാണ്. തിരക്കാണെങ്കിലും ഒരു മനുഷ്യൻ 365 ദിവസവും തിരക്കാവില്ല. തിരക്കാണ് എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താമെന്നും രഞ്ജു രഞ്ജിമാർ വ്യക്തമാക്കി. സാമൂഹിക വിഷയങ്ങളിൽ രഞ്ജു രഞ്ജിമാർ അഭിപ്രായം പറയാറുണ്ട്. സിനിമാ ലോകത്ത് നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനും രഞ്ജു മടിക്കാറില്ല. മുൻപൊരിക്കൽ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ രഞ്ജു രഞ്ജിമാർ രംഗത്ത് വന്നിരുന്നു. ലൈവ് എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ഷൈൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ചാണ് രഞ്ജു പരോക്ഷമായി സംസാരിച്ചത്. തന്റെ കമ്മ്യൂണിറ്റിയിലെ പല വിഷയങ്ങളെക്കുറിച്ചും രഞ്ജു രഞ്ജിമാർ സംസാരിച്ചിട്ടുണ്ട്. ട്രാൻസ് വ്യക്തികൾ പ്രണയത്തിന്റെ ചതിക്കുഴിയിൽ വീഴരുതെന്ന് രഞ്ജു നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. തനിക്ക് വന്ന പലരുടെയും പ്രണയാഭ്യർത്ഥന ഞാൻ ശരിക്കും സ്ത്രീയായോ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ത്രീയാണോ എന്നറിയാനുള്ള പരീക്ഷണം മാത്രമായിരുന്നു. ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളായതിനാൽ പ്രണയാഭ്യർത്ഥനയിൽ കൂടി അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി വന്നവരുണ്ടെന്നും രഞ്ജു രഞ്ജിമാർ അന്ന് തുറന്നടിച്ചു. എനിക്കറിയാം എൻ്റെ കുറവുകളും കഴിവുകളും. ഒരു വ്യക്തിയെ നമുക്ക് പൂർണ്ണമായി എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഒരിക്കലും പറ്റില്ല. എല്ലാം അംഗീകരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ താക്കോൽ നമ്മുടെ കൈകളിൽ തന്നെ ആയിരിക്കും. ഇതിനിടയിൽ ആവശ്യങ്ങൾക്കായി സമീപിക്കുന്നവരും ആവശ്യം കഴിഞ്ഞ് ഉപേക്ഷിക്കുന്നവരും ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരും സർവ്വസാധാരണമാണെന്ന് ബോധം നമുക്കുണ്ടാകണം എന്നും രഞ്ജു രഞ്ജിമാർ പറഞ്ഞിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.